ശബരിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബിനിത ദിലീപ്. ഈക്വൽ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിൻ്റെ 3ാം ഭാഗമാണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം 3 ക്വസ്റ്റ്യൻ ഹോംവർക്ക് തന്നിരുന്നു. അതെല്ലാവരും ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ബാലൻസ് ഭാഗമാണ് ഞാൻ ഇനി പഠിപ്പിക്കാൻ പോകുന്നത്. അതായത് പേജ് നമ്പർ 16-ലെ 4th ക്വസ്റ്റ്യനാണ് ഞാനിവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ: ചിത്രത്തിൽ AB എന്ന വരയുടെ മധ്യബിന്ദുവാണ് M. ട്രയാങ്കിൾ ABC-യിലെ മറ്റ് 2 കോണുകൾ കണക്കാക്കുക. ഇതാണ് ചിത്രം. നോക്കൂ, ഇവിടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഇംഗ്ലീഷിൽ പറയാം. ഇൻ ദ ഫിഗർ ബിലോ, താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ M ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ AB. M എന്ന് പറയുന്നത് AB-യുടെ മധ്യബിന്ദുവാണ്. കമ്പ്യൂട്ട് അതർ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ ABC-യുടെ മറ്റു കോണുകളും കൂടി കണ്ടെത്തുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഇവിടെ ഒരു എമ്മിൻ്റെ മിഡ് പോയിന്റിൽ നിന്നും C എന്ന് പറയുന്ന ആംഗിളിലേക്ക് ഒരു വര വരച്ചിട്ടുണ്ട്. സോ നമുക്കിവിടെ 2 ട്രയാങ്കിളുകൾ കിട്ടുന്നുണ്ട്. ഈ 2 ട്രയാങ്കിളുകളെ പരിഗണിച്ചുകൊണ്ട് ബാക്കിയുള്ള ആംഗിൾസുകൾ, ത്രികോണം ABC-യുടെ ബാക്കിയുള്ള ആംഗിൾസ് നമുക്ക് കണ്ടെത്താം. ഏതൊക്കെയാണ് 2 ട്രയാങ്കിൾസുകൾ? ഒന്ന് ട്രയാങ്കിൾ AMCയും മറ്റൊരു ട്രയാങ്കിൾ BMCയും ആണ്. ഞാൻ ഇവിടെ 2 ട്രയാങ്കിളുകൾ പരിഗണിക്കുകയാണ്. നോക്കൂ, കൺസിഡർ ട്രയാങ്കിൾ AMC, ട്രയാങ്കിൾ BMC. അതിനകത്ത് പരിഗണിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചു നോക്കി. ക്വസ്റ്റ്യൻ: M ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ AB. M എന്ന് പറയുന്നത് AB-യുടെ മധ്യബിന്ദുവാണ് എന്ന് എനിക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം. M AB-യുടെ മിഡ് പോയിന്റ് ആണെങ്കിൽ AM എന്ന് പറയുന്നത് BM-ന് ഈക്വൽ ആയിരിക്കും. അപ്പം നമുക്ക് ഫസ്റ്റ് പോയിന്റ് കിട്ടി, AM ഈക്വൽ ടു BM. ഫസ്റ്റ് പോയിന്റ് AM ഈക്വൽ ടു BM. ഇതിനൊരു കാരണവും കൂടി വേണം. എന്താണ് കാരണം നമ്മൾ എഴുതും M ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ AB എന്ന് എഴുതും. M ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ AB. മിഡ് പോയിന്റ് ഓഫ് AB എന്ന് എഴുതി, കാരണം എഴുതി ക്ലോസ് ചെയ്തു. ഇനി നോക്കൂ, അടുത്തതായിട്ട് ഇവിടെ ഈ എമ്മിനകത്തുണ്ടാകുന്ന ആംഗിൾ ഈ ട്രയാങ്കിളിന് 90 ഡിഗ്രി ആണെന്നുള്ളതിൻ്റെ സിമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ആൾസോ ഇത് 90 ഡിഗ്രി ആയിരിക്കും. പിന്നീട് ഇത് 50 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത് 90, ഇത് 50 ആണെങ്കിൽ ഇതെങ്ങനെ കണ്ടുപിടിക്കും? 180 നിന്നും 90യും 50യും കൂടെ കൂട്ടിയത് കുറച്ചാൽ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതായത് ഇത് 90 ആണെന്ന് ഇതും നമുക്ക് അറിയാം. പക്ഷേ ഈ ആംഗിൾ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ അതിൽ നിന്നും കണ്ടെത്താൻ പോവുകയാണ്. ഇനി ഈ 2 ട്രയാങ്കിളിനും കൂടി ഒരൊറ്റ പൊതുവായ വശമേ ഉള്ളൂ. അത് MC എന്ന് പറയുന്ന വശമാണ്. MC ഈക്വൽ ടു MC. അതിനൊരു കാരണമുണ്ട്, കോമൺ സൈഡ്. എന്താണ് എഴുതാൻ പോണേ? അടുത്തതായിട്ട് MC ഈക്വൽ ടു MC. അതിന് കാരണം എഴുതും, കോമൺ സൈഡ്. കോമൺ സൈഡ്. ഇനി നോക്കൂ, ഇനി നമുക്ക് എന്തൊക്കെ അറിയാം? ഇതിനകത്ത് ഈ ആംഗിളിൻ്റെ മെഷർമെൻ്റ് അറിയാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ വശത്തിന് ഈക്വലാണ്, ഈ വശത്തിന് തന്നെ ഈക്വലാണ്. ഇപ്പം ഇവിടെ വന്നിരിക്കുന്നു 2 സൈഡും. ആ 2 സൈഡിന് ഇടയ്ക്കുള്ള ഈ ഇൻക്ലൂഡഡ് ആംഗിൾ, ദാറ്റ് ഈസ് ആംഗിൾ AMC എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ 2 സൈഡിനും അതിനിടയ്ക്കുള്ള ഈ ഇൻക്ലൂഡഡ് ആംഗിളിനും ഇടയ്ക്ക് ഈക്വൽ ആയതിനാൽ SAS തിയറം അനുസരിച്ച് ഈ 2 ട്രയാങ്കിളുകൾ ഈക്വലാണ്. SAS തിയറം എന്താണ് പറയുന്നത്? 2 sides and their included angle of 2 triangles-ന്റെ ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? The other 2 angles are also equal ആയിരിക്കും. പിന്നീട് ബാക്കിയുള്ള 2 കോണുകളും ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് അടുത്ത ആംഗിൾ ഞാൻ പേരെഴുതുന്നു. ആംഗിൾ AMC ഈക്വൽ ടു ആംഗിൾ BMC. AMC 90 ഡിഗ്രി ആണെങ്കിൽ ആൾസോ BMC 90 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ടാണ്? ലീനിയർ പെയർ ആണ്. ഈ 2 ഇതൊന്ന് 90 ഡിഗ്രി ആണെങ്കിൽ മറ്റത് 90 ഡിഗ്രി ആയിരിക്കും. കാരണം ലീനിയർ പെയർ എന്ന് നമ്മൾ പറയും. മലയാളത്തിലെ രേഖീയ ജോഡി എന്ന് പറയും. ഇപ്പം നോക്കൂ, 2 സൈഡും ഒരു ആംഗിളും വന്നിട്ടുണ്ട്. നമ്മുടെ നിയമം അനുസരിച്ച് 2 sides and their included angle, that is SAS theorem ആണ്. that is എന്താ നമ്മൾ നിയമം എഴുതാൻ പോണത്? that is the 2 sides and their included angle of
included angle of these two triangles are equal. These two triangles are equal. These two triangles are equal. ഇനി എന്താണ് നമുക്ക് ബാക്കിയുള്ള അതർ രണ്ട് ഈ ആംഗിൾസുകളും ഈക്വൽ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. Two sides and their angle of these two triangles are equal. അങ്ങനെയാണെങ്കിൽ ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. ആംഗിൾ സിയുടെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് മാറ്റി വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ആംഗിൾ സിയുടെ മെഷർമെൻറ്റ് 180 ഡിഗ്രി മൈനസ് ഓഫ് 50 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി. That is equal to 180 degree minus 140 degree. That is equal to 40 degree. അപ്പോൾ ഇത് 40 കിട്ടി. ഒരു മിനിറ്റ്. Two sides and their included angle of these two triangles are equal. പിന്നീട് ഒരു കാര്യം കൂടി ഉണ്ട്. ദ അതർ ടു ആംഗിൾസ് ആർ ഈക്വൽ. മറ്റു രണ്ട് കോണുകളും നമുക്ക് തുല്യമാണ് എന്ന് നമുക്കറിയാം. ഇനി നോക്കൂ, ഈ ത്രികോണം എ എം സിയിലെ ഈ ആംഗിൾ സിയുടെ മെഷർമെൻറ്റ് ഈ 90ഉം 50ഉം കൂടെ കൂട്ടിയതിൽ നിന്നും 180ൽ നിന്നും 90 50 കൂട്ടിയത് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ആംഗിളിൻ്റെ മെഷർമെൻറ്റ് കിട്ടും. അതുപോലെ ട്രയാങ്കിൾ ബി എം സിയിലും ഇവിടുത്തെ 90ഉം ഇതെങ്ങനെയാണ് 50 ആകുന്നത്? ഈ കോമൺ സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾ എ 50 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ കോമൺ സൈഡ് ഓപ്പോസിറ്റ് ആംഗിൾ ബിയും ആൾസോ 50 ഡിഗ്രിയാണ്. ഒന്നുകൂടി പറയാം, കോമൺ സൈഡായ എം സി എന്ന വശത്തിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ എയും ബിയും 50-50 വീതമാണ്. എ 50 ആണെങ്കിൽ ബിയും ആൾസോ 50 തന്നെ ആയിരിക്കും. അപ്പോൾ ആംഗിൾ ബി 50 ആണ്. അപ്പോൾ ഇത് 40 ആണെങ്കിൽ ഇതും 40. ഇനി ടോട്ടൽ ആംഗിൾ കണ്ടുപിടിക്കാൻ പറയുന്നു. ടോട്ടൽ ആംഗിൾ എ 50 ഡിഗ്രി, ബി 50 ഡിഗ്രി, ഇത് 80 ഡിഗ്രി. അപ്പം ടോട്ടൽ മൊത്തം എത്ര ഡിഗ്രി ആയി? 50ഉം 50ഉം 100, 100ഉം 80ഉം 180 ഡിഗ്രി ആയി. അപ്പം ടോട്ടൽ 3 ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടി പറയാം, മലയാളം മീഡിയത്തിനായിട്ടാണ് ഒന്നുകൂടി പറയാൻ പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ എന്താണ്? ചിത്രത്തിൽ എ ബി എന്ന വരയുടെ മധ്യബിന്ദു ആണ് എം. എങ്ങനെയെങ്കിൽ ത്രികോണം എ എം സിയിലെ മറ്റു രണ്ട് കോണുകൾ കണക്കാക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ SAS സിദ്ധാന്തം അനുസരിച്ചാണ് ഞാനിത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. മലയാളം മീഡിയത്തിനും പ്രത്യേകം നോട്ട് ഇട്ടുണ്ട്, ഇംഗ്ലീഷ് മീഡിയത്തിനും പ്രത്യേകം നോട്ട് ഇടുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ത്രികോണം എ എം സി, ത്രികോണം ബി എം സി, ഈ രണ്ട് ത്രികോണങ്ങൾ പരിഗണിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആ ഫസ്റ്റ് പോയിന്റ് എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ എ ബി എന്ന് പറയുന്ന ആ പോയിന്റിൽ നിന്ന് എ എം എന്ന് പറയുന്നത് ബി എമ്മിന് ഈക്വൽ ആണ് എന്ന് എനിക്ക് കാണാൻ സാധിച്ചു. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ കാരണം എഴുതി. ഏത് ക്വസ്റ്റ്യൻ എഴുതിയാലും അതിന് കാരണവും എഴുതണം. അപ്പോൾ എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി എന്ന് നമ്മൾ എഴുതി. അതിനുശേഷം ഈ രണ്ട് ത്രികോണങ്ങൾക്കും കൂടി ഒരു പൊതുവായ വശമുണ്ട്. എം സി എന്ന് പറയുന്നതാണ് ആ പൊതുവായ വശം. എം സിക്ക് തന്നെ തുല്യമാണ്. അതിന് ഞാൻ കാരണം എഴുതും, കോമൺ സൈഡ് എന്ന് കാരണം എഴുതും. ഇനി നോക്കൂ, ത്രികോണം എ എം സി ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ആൾസോ ഈ ആംഗിൾ 90 ഡിഗ്രി തന്നെയാണ്. കാരണം രേഖീയ ജോഡിയാണ്. അതിന് കാരണം ബ്രാക്കറ്റ് വേണമെങ്കിൽ എഴുതാം, ലീനിയർ പെയർ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, ലീനിയർ പെയർ എന്ന് നിങ്ങൾക്ക് എഴുതാം. എഴുതില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഈക്വൽ ആയെന്ന് നമ്മൾ പറയണം, കാര്യകാരണ സഹിതം വ്യക്തമാക്കണം. ദാറ്റ് ഈസ് ടു സൈഡ്സ് ആൻഡ് ദെയർ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞു. മലയാളം മീഡിയത്തിന് പറഞ്ഞാൽ രണ്ട് വശവും അവ ഉൾപ്പെടുന്ന കോണും ഈ രണ്ട് ത്രികോണങ്ങളിലും തുല്യമായതിനാൽ ബാക്കിയുള്ള അതർ ടു ആംഗിൾസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞാൽ മറ്റു രണ്ട് കോണുകളും കൂടി തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സിയുടെ മെഷർമെന്റ് ബാലൻസ് ഇപ്പുറത്തോട്ട് മാറ്റി കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആംഗിൾ സിയുടെ മെഷർമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ 90ഉം 50ഉം കൂടെ കൂട്ടി നോക്കുക. 90ഉം 50ഉം കൂടെ കൂട്ടിയിട്ട് 180ൽ നിന്നും അത് കുറയ്ക്കണം. 180ൽ നിന്ന് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 40 ഡിഗ്രി ആംഗിൾ സി എന്ന് പറയുന്നത് എ എം സിയിലെ ആംഗിൾ സി കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. അതുപോലെ ബി എം സിയിലെ ആംഗിൾ സി നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അതും എനിക്ക് സി തന്നെ കിട്ടും. ഇവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കൂ, ഇൻ ട്രയാങ്കിൾ എ എം സി ഈ ആംഗിൾ സി ഇസ് ഇക്വൽ ടു 40 ഡിഗ്രി. ഇൻ ട്രയാങ്കിൾ ബി എം സിയിലോ ആംഗിൾ സി ഇസ് ഇക്വൽ ടു 40 ഡിഗ്രി തന്നെയാണ്. ഇനി ടോട്ടൽ ആംഗിൾ കണ്ടുപിടിക്കാൻ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ആംഗിൾ എ 50 ഡിഗ്രി, ആംഗിൾ ബി 50 ഡിഗ്രി, ആംഗിൾ സി 40ഉം 40ഉം കൂടെ കൂട്ടി 80 ഡിഗ്രി. ടോട്ടൽ 50ഉം 50ഉം 100, 100ഉം 80ഉം 180. അങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് നോക്കൂ. വൺ സൈഡ് ആൻഡ് ടു ആംഗിൾസ്
ഒരു വശവും രണ്ട് കോണുകളും. അത് മലയാളത്തിൽ പറഞ്ഞാൽ ഒരു വശവും രണ്ട് കോണുകൾ തന്നെയാണ്. ഇവിടെ നോക്കൂ, ഇവിടെ രണ്ട് സെറ്റ് ട്രയാങ്കിൾസുകൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഇതൊരു സെറ്റ്, ഇവിടെ താഴെ മറ്റൊരു സെറ്റ്. ഇനി ഞാൻ ആദ്യം പഠിപ്പിച്ചു രണ്ട് സിദ്ധാന്തം അഥവാ രണ്ട് തിയറം പഠിപ്പിച്ചു. ഒന്ന് SSS തിയറം, രണ്ട് SAS പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോണ SA എന്ന തിയറമാണ്. അതായത് ഒരു വശം, അതിന് S, രണ്ട് ആംഗിൾസ്, അപ്പോൾ 2A, SAA എന്ന് പറയും. SAA സിദ്ധാന്തം എന്ന് പറയും. ഇവിടെ നോക്കൂ, ഞാൻ ആദ്യം ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അതിന് 40 ഡിഗ്രി ഒരു വശത്തെ ആംഗിള്, ഒരു സൈഡിലെ ആംഗിള്, മറ്റടുത്ത് 60 ഡിഗ്രി, 8 സെൻറ്റിമീറ്റർ സൈഡ്. ഇവിടെയും 8 സെൻറ്റിമീറ്റർ സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടുണ്ട്. 40 ഡിഗ്രിയുടെ ഭാഗത്ത് 60 ഡിഗ്രിയും 60 ഡിഗ്രിയുടെ ഭാഗത്ത് 40 ഡിഗ്രിയും വന്നിട്ടുണ്ട്. അടുത്ത ട്രയാങ്കിളിൽ ഇവിടെയെങ്കിലും 8 സെൻറ്റിമീറ്റർ ഇല്ല, ഈ സൈഡ് 8 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ അതിൻ്റെ രണ്ടറ്റത്തുള്ള കോണുകൾ 40-60 തന്നെയാണ്. ഇവിടെ ആണെങ്കിലോ, ഇവിടെ 8 സെൻറ്റിമീറ്റർ, ഈ 40-60 തിരിച്ചു, 60-40 ആക്കി തിരിച്ചിട്ടുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ ആദ്യം വരച്ച ട്രയാങ്കിൾ നിങ്ങൾ പേപ്പറിൽ എടുത്ത്, ഇതിലെല്ലാം പേപ്പറിൽ കറക്റ്റ് അളവിൽ വരച്ചെടുക്കുക. എങ്ങനെയാണ് ഇത് ട്രയാങ്കിൾ ആക്കി നിങ്ങൾ വരയ്ക്കുന്നത്? എങ്ങനെയാണ്? ആദ്യം 8 സെൻറ്റിമീറ്റർ സ്കെയിലിൽ എടുക്കുക. 8 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ പ്രൊട്ടാക്ടർ വെച്ച് 40 ഡിഗ്രി മെഷർ ചെയ്യുക. ഇനി ഇങ്ങോട്ട് പ്രൊട്ടാക്ടർ വെച്ച് 60 ഡിഗ്രി മെഷർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അത് യോജിപ്പിക്കുക. പൊട്ടാക്ട് എടുത്ത് യോജിപ്പിച്ചിട്ട് ഈ ട്രയാങ്കിൾ 4 ട്രയാങ്കിളും വരയ്ക്കുക. എന്നിട്ട് ആദ്യം വരച്ച ട്രയാങ്കിൾ പേപ്പറിൽ നിന്നും വെട്ടിയെടുത്ത് ഈ ട്രയാങ്കിളിൻ്റെ മുകളിൽ വെച്ച് നോക്കുക. ഈ ട്രയാങ്കിളിന് ഫിറ്റ് ആണോ എന്ന് നോക്കുക. നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെല്ലാ വശങ്ങളും ഒരുപോലെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം ഈ ട്രയാങ്കിൾ വെട്ടിയെടുത്ത ട്രയാങ്കിൾ ഈ ഫിഗറിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ച് നോക്കുമ്പോഴും ഇവിടെ ഈ വശം ഇങ്ങനെ കറക്റ്റ് ആക്കി വെച്ച് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഇതിൻ്റെ വശങ്ങളും ആംഗിൾസുകളും എല്ലാം ഈക്വൽ ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഈ 8 സെൻറ്റിമീറ്ററിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുക. അവിടെയും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ 60 ഡിഗ്രിക്കും 40 ഡിഗ്രിക്കും എല്ലാം കറക്റ്റ് ഈ ആംഗിളിന് ഈക്വൽ ആണ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈ തേർഡ് ആംഗിളിനൊക്കെ ഈക്വൽ ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഒരു ത്രികോണത്തിൻ്റെ ഒരു വശവും അതിന്മേലുള്ള രണ്ട് കോണുകളും, അതിന്മേലുള്ള എന്ന് പറഞ്ഞാൽ ഒരു വശവും അതിൻ്റെ രണ്ടറ്റത്തുള്ള കോണുകളും മറ്റൊരു ത്രികോണത്തിൻ്റെ ഒരു വശത്തിനും അതിൻ്റെ രണ്ടറ്റത്തുള്ള കോണുകൾക്കും തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളുടെ മൂന്നാമത്തെ കോണും തുല്യമായിരിക്കും. ഈ മൂന്നാമത്തെ കോൺ ഇതാണ്. ഈ മൂന്നാമത്തെ കോണും തുല്യമായിരിക്കും. ഇനി എന്താണ്? ഈ തുല്യമായിട്ടുള്ള കോണുകൾക്ക് എതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും. തുല്യമായിട്ടുള്ള കോണുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശങ്ങൾ തുല്യമായിരിക്കും. ഒന്നുകൂടി പറയാം. ഈ ട്രയാങ്കിൾ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞപ്പം ഈ തേർഡ് ആംഗിളിന് ഈക്വൽ ആയിട്ട് കറക്റ്റ് അതിനകത്ത് ഫിറ്റ് ആയിട്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമല്ല സൈഡുകളും കറക്റ്റ് ഫിറ്റ് ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്തൊരു തിയറമാണ് ഒരു ത്രികോണത്തിൻ്റെ ഒരു വശവും ആ വശത്തിന്മേലുള്ള രണ്ട് കോണുകൾ മറ്റൊരു ത്രികോണത്തിൻ്റെ ഒരു വശത്തിനും അതിന്മേലുള്ള രണ്ട് കോണുകൾക്കും തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളുടെ മൂന്നാമത്തെ കോൺ തുല്യമായിരിക്കും. അതുപോലെ തുല്യമായ കോണുകൾക്ക് ഓപ്പോസിറ്റായിട്ട്, അതായത് എതിരെ കിടക്കുന്ന ആംഗിൾസുകളും അല്ലെങ്കിൽ കോണുകളും തുല്യമായിരിക്കും. ഇത് ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞാൽ ഈ വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് ദ ആംഗിൾ അറ്റ് ഇറ്റ്സ് എൻഡ്സ് ആർ ഈക്വൽ ടു വൺ സൈഡ് ഓഫ് another triangle and the two angle on its ends, then the third angles of these two triangles are equal and the side opposite the equal sides of these angles are also equal. ഒന്നുകൂടി പറഞ്ഞുതരാം. If one side of a triangle and the two angle on its ends are equal to one side of another triangle and the two angle on its ends, ഒരു ത്രികോണത്തിൻ്റെ ഒരു വശവും അതിൻ്റെ രണ്ടറ്റത്തുള്ള കോണുകൾ മറ്റൊരു ത്രികോണത്തിൻ്റെ ഒരു വശത്തിനും അതിൻ്റെ രണ്ടറ്റത്തുള്ള കോണുകൾക്കും തുല്യമാണെങ്കിൽ then the third angles are also equal. മൂന്നാമത്തെ കോണുകൾ തുല്യമായിരിക്കും. And the side opposite to the equal angles are equal. ഈ സിദ്ധാന്തമാണ് മൂന്നാമത്തെ സിദ്ധാന്തം അഥവാ SAA എന്ന തിയറം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ സിദ്ധാന്തം അനുസരിച്ചും നമുക്ക് ഒരുപാട് പ്രോബ്ലങ്ങളുണ്ട്. ഇത് മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സംശയങ്ങൾ ടെലിഗ്രാം വഴി നിങ്ങൾക്ക് ചോദിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ ട്രയാങ്കിളിൻ്റെ ഒരു വശവും അതിനകത്തുള്ള രണ്ട് ആംഗിൾ മറ്റേ ട്രയാങ്കിളിൻ്റെ ഒരു വശത്തിനും അതിലുള്ള രണ്ട് ആംഗിൾസിനും ഈക്വൽ ആണെങ്കിൽ തേർഡ് ആംഗിൾ ഈക്വൽ. പിന്നീട് ആ ആംഗിൾസിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സ്
മനസ്സിലായെന്ന് കരുതുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. SAA എന്ന തിയറം അനുസരിച്ച് ചെയ്യാൻ പോകുന്ന ഒരു പ്രോബ്ലമാണ്. ഇവിടെ തന്നിരിക്കുന്ന ഫിഗർ ഒരു സാമാന്തരികം അഥവാ ഒരു പാരലോഗ്രാമിൻ്റെ ഫിഗറാണ്. അവിടെ ആ ഫിഗറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ABCD എന്ന ഫിഗറിന് പേരുണ്ട്. പിന്നെ AC എന്നൊരു വികരണം കൂടിയുണ്ട്. എന്താണ് വികരണം എന്ന് പറയുന്നത്? ഈ എഡ്ജിൽ നിന്നും ഈ എഡ്ജിലേക്ക് നീളുന്ന ഒരു വരയാണ് നമ്മൾ വികരണം അഥവാ ഡയഗണൽ എന്ന പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ AC എന്നൊരു വികരണവും ഉണ്ട്. പിന്നീട് ഞാൻ 2 സെറ്റ് ആംഗിൾസുകളും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ എന്നും ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ എന്നും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ? പ്രൂവ് ദാറ്റ് ഇൻ എനി പാരലോഗ്രാം, ഏതൊരു പാരലോഗ്രാമിലും the opposite sides are equal. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതെങ്ങനെയാണ് കറക്റ്റ് ആയത് അല്ലെങ്കിൽ പ്രൂവ്ഡ് ആയത് എന്നാണ് പറയാൻ പോകുന്നത്. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സാമാന്തരികത്തിൻ്റെയും എതിർവശങ്ങൾ തുല്യമാണ് എന്ന് തെളിയിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ തെളിയിക്കുന്നത് നോക്കൂ. നമുക്കറിയാം സാമാന്തരികത്തിൻ്റെ പ്രത്യേകത അതല്ലെങ്കിൽ ഒരു പാരലോഗ്രാമിൻ്റെ പ്രത്യേകത, പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ പാരലൽ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പാരലൽ എന്ന് പറയുന്നത്? 2 വരകൾ, ഒരിക്കലും കൂട്ടിമുട്ടാത്ത 2 വരകൾ, ഒരേ പാതയിൽ സഞ്ചരിക്കുന്ന ഒരിക്കലും കൂട്ടിമുട്ടാത്ത 2 വരകളാണ് നമ്മൾ പാരലൽ അഥവാ സമാന്തരം എന്ന പേരിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ABയും CDയും ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല, 2 ഒരേ ദിശയിൽ തന്നെയാണ് പോകുന്നത്. അപ്പം AB സമാന്തരം CD ആണ്. ഇതിനെ നമ്മൾ സമാന്തരം അഥവാ പാരലൽ എന്ന് കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു. ഇനി ഞാൻ അടുത്ത വഴി എന്ന് പറയുന്നത് ABയെ പോലെ തന്നെ പാരലൽ ആണ് ഏതും ADയും BCയും പാരലൽ ആണ്. ഇനി നോക്കൂ, ഈ 2 പാരലൈൻസിനെ ഒരു ഛേദകമായ AC എന്ന് പറയുന്ന വികരണം ഖണ്ഡിക്കുകയാണ്. ഖണ്ഡിക്കുക മീൻസ് കട്ട് ചെയ്യുകയാണ്. അപ്പം ഡ്രായിങ് ദ ഡയഗണൽ DC ഞാൻ ഇവിടെ അടുത്തതായിട്ട് എഴുതും. ചെയ്യാൻ പോണ കാര്യങ്ങൾ ഞാൻ എഴുതണം. ദാറ്റ് ഈസ് ഡ്രായിങ് ദ ഡയഗണൽ AC. എന്ത് കിട്ടുന്നു? പാരലോഗ്രാം ABCDയിൽ AC എന്നൊരു ഡയഗണൽ വരച്ചപ്പോൾ we get 2 triangles കിട്ടുന്നു. നമുക്ക് 2 ട്രയാങ്കിൾസുകൾ കിട്ടി. we get 2 triangles. അത് ഏതൊക്കെയാണ്? ഒന്ന് ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ട്രയാങ്കിളും മറ്റേ ട്രയാങ്കിൾ ADC എന്ന് പറയുന്ന ട്രയാങ്കിളുമാണ് എനിക്കിവിടെ കിട്ടിയത്. ഒന്നുകൂടി പറയാം, ABയും CDയും സമാന്തരമാണ്, അതുപോലെ ADയും BCയും സമാന്തരമാണ്. AC എന്ന വികരണം വരച്ചാൽ കിട്ടുന്ന 2 ത്രികോണങ്ങൾ, ഒന്ന് ത്രികോണം ABC, മറ്റൊന്ന് ത്രികോണം ADC. ഇനി ഈ 2 ട്രയാങ്കിളിനെ ഞാൻ പരിഗണിക്കുകയാണ്. അപ്പൊ പരിഗണിക്കുന്നതിന് ഞാൻ എഴുതേണ്ടത് എന്താണ്? കൺസിഡർ ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ ADC. എടുത്തെഴുതി കഴിഞ്ഞു. ഇനി എനിക്ക് എന്താണ് എനിക്ക് തെളിയിക്കേണ്ടുന്നത്? AB CDക്ക് ഈക്വൽ ആണ്, ആൾസോ AD BCക്കും ഈക്വൽ ആണെന്ന് എനിക്ക് തെളിയിക്കണം. ഇവിടെ നോക്കൂ, 2 ട്രയാങ്കിളിനും ഒരു കോമൺ സൈഡ് ഉണ്ട്. ആ കോമൺ സൈഡ് ആണ് AC എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം അത് തന്നെ എഴുതി. AC ഈക്വൽ ടു AC. 2 ട്രയാങ്കിളിനും ഒരു വശമുണ്ട് AC. അതിന് കാരണം എന്ത് പറയും? 2 പൊതുവശമാണ്. കാരണം കോമൺ സൈഡ് ആണ്. കോമൺ സൈഡ് എന്ന് എഴുതി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി നോക്കൂ, 2 പാരലൽ സൈഡ്സിനെ ഒരു തേർഡ് സൈഡ് ഖണ്ഡിക്കുന്നു. ഞാൻ നേരത്തെ എടുത്തു പറഞ്ഞു, തേർഡ് സൈഡ് ഖണ്ഡിക്കുന്നു എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ 7ാം ക്ലാസ്സിലെ 2nd ചാപ്റ്റർ പാരലൽ എന്ന് പറയുന്ന ആ ചാപ്റ്ററിനകത്ത് നിങ്ങൾ എടുത്തു പഠിച്ചിട്ടുണ്ട്. 2 പാരലൽ ലൈൻസിനെ ഒരു തേർഡ് ലൈൻ ഖണ്ഡിക്കുമ്പോൾ ആൾട്ടർനേറ്റ് ആംഗിൾസും പിന്നെ കറസ്പോണ്ടിങ് ആംഗിൾസും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഉണ്ടായ ആംഗിൾ എന്ന് പറയുന്നത് ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഈ 2 ആംഗിൾസുകൾ ആൾട്ടർനേറ്റ് ആംഗിൾ, ഒന്ന് ഈ ആംഗിളും ഒന്ന് ഈ ആംഗിളും ആണ്. പിന്നെ ഒരു ജോഡി ആംഗിൾ കൂടി ഉണ്ടാകുന്നുണ്ട്. ദാണ്ട് ഈ ഭാഗത്തൊരു ആംഗിളും ഇവിടെ ഒരു ആംഗിളും കൂടി ഉണ്ടാകുന്നുണ്ട്. അതാണ് ദാണ്ട് ഇവിടെയും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ പേരെടുത്ത് എഴുതുന്നതാണ് അടുത്ത കാര്യം. ഇനി നോക്കി എങ്ങനെയാണ്? ആദ്യം നമുക്ക് ഒരു ലൈൻ കൊടുത്ത ആംഗിൾസിൻ്റെ പേരെടുത്ത് എഴുതാം. ഈ ആംഗിളിനെ എനിക്ക് A എന്ന് വിളിക്കാൻ സാധിക്കത്തില്ല, കാരണം ഈ ട്രയാങ്കിളിനും ഉണ്ട് A എന്ന പേര്. സോ ഇതിൻ്റെ പേര് ആംഗിൾ CAB. ഇതിൻ്റെ പേര് ആംഗിൾ ഒന്നെങ്കിൽ ACD എന്നും അല്ലെങ്കിൽ DCA എന്നും എഴുതണം. അപ്പോൾ ആദ്യത്തെ ആംഗിളിൻ്റെ പേര് എഴുതാം. ആദ്യത്തെ ആംഗിളിൻ്റെ പേര് ആംഗിൾ CAB ഈക്വൽ ടു മറ്റേ ആംഗിളിൻ്റെ പേര് ആംഗിൾ DCA. ഇനി ഒരു ജോഡി ആൾട്ടർനേറ്റ് ആംഗിൾസ് കൂടി ഉണ്ട്. അതേതാണ്? ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന ആംഗിൾ, അല്ലെങ്കിൽ ഈ ആംഗിൾ തുടങ്ങണം. ആംഗിൾ ACB. ആംഗിൾ
എ സി ബി ഈക്വൽ ടു ആംഗിൾ അതിൻ്റെ പേരാണ് ഇവിടെ കിടക്കുന്നത്, അത് ഞാൻ ഡി തന്നെ അങ്ങ് തുടങ്ങുകയാണ്. ആംഗിൾ ഡി എ സി. ഇങ്ങോട്ട് നോക്കൂ, ഈ രണ്ട് ആംഗിൾസും ഏത് ടൈപ്പ് ആംഗിൾസ് ആണ്? ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അതുകൊണ്ട് രണ്ടിനും കൂടി ഒരൊറ്റ കാരണം അങ്ങ് എഴുതിയാൽ മതി, ആൾട്ടർനേറ്റ് ആംഗിൾസ്. അതും ഞാൻ കാരണം എഴുതി. ഇനി നോക്കൂ, നമ്മുടെ നിയമം അനുസരിച്ച് നിയമം അനുസരിച്ച് വൺ സൈഡും ടു ആംഗിൾസും കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിനി അടുത്തത് കാരണം വിശദമായിട്ട് എഴുതാം. ദാറ്റ് ഈസ് എന്താണ് കാരണം? വൺ സൈഡ് ആൻഡ് ദ ടു ആംഗിൾ ഓൺ ഇറ്റ് സെൻസ് ഓഫ് ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ. സോ എന്തായിരിക്കും? ഒരു വശവും അതിന്മേലുള്ള രണ്ട് കോണുകളും ഈ രണ്ട് ത്രികോണങ്ങളിലും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തേർഡ് ആംഗിൾസ് ഈക്വൽ ആണ്. അതുമാത്രമല്ല ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് ഈക്വൽ ആണ്. അതെങ്ങനെയാണ് പറയുന്നത്? ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ്, ദ സൈഡ്സ് ഓപ്പോസിറ്റ് ദ ഈക്വൽ ആംഗിൾസ് ആർ ആൾസോ ഈക്വൽ. അപ്പൊ അതിന് കാരണം എഴുതാം. ദാറ്റ് ഈസ് വൺ സൈഡ് ആൻഡ് ദ ടു ആംഗിൾ ഓൺ ഇറ്റ്സ് ends are two angle on its ends are equal. നോക്കൂ, വൺ സൈഡ് ആൻഡ് ദ ടു ആംഗിൾ ഓൺ ഇറ്റ്സ് ends are equal. ഇനി എന്താണ്? സോ തേർഡ് ആംഗിളിന്റെ കാര്യം നമുക്കിവിടെ വേണ്ട, അതുകൊണ്ട് അത് എഴുതുന്നില്ല. തേർഡ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് വേണ്ട. പിന്നെ അടുത്തതായിട്ട് കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ, അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? സോ ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇത് ഒരു വശവും അതിന്മേലുള്ള രണ്ട് കോണുകൾ തുല്യം. ഏതിൻ്റെ തുല്യം? ഈ രണ്ട് ത്രികോണങ്ങൾ. അതുകൊണ്ടാണ് ഇവിടെ ആദ്യമേ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ട്രയാങ്കിൾ ഞാൻ പരിഗണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടി വിശദമായിട്ട് വലിച്ചു വാരി എഴുതേണ്ട കാര്യമില്ല. ഇനി അതിൽ നമുക്ക് എന്തോ ലഭിച്ചത്? അതുകൊണ്ട് കോണുകൾക്കെതിരെയുള്ള വശങ്ങളാണ്. അപ്പം ദ സൈഡ് ഓപ്പോസിറ്റ് ദ ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ ഏതൊക്കെയായിരിക്കും? ഈ കോണിനെതിരെയുള്ള ഈ വശം, ഇവിടെ ഞാൻ ഒരു വര ഇട്ട് കൊടുത്തു. അതുപോലെ ഒരു വരയ്ക്കെതിരെയുള്ളതാണ്ട് ഈ വശവും തുല്യം. അടുത്ത് ഇതാ ഈ രണ്ട് വരയ്ക്കെതിരെ കിടക്കുന്ന ഈ വശം, ഈ രണ്ട് വരയ്ക്കെതിരെ കിടക്കുന്ന ഈ വശവും തുല്യമാണ്. അതിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ് എ ബി എന്ന്. ആദ്യം എ ബി തന്നെ ഞാൻ എഴുതി. എ ബി ഈക്വൽ ടു സി ഡി ആൻഡ് സിമ്പിളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ആൻഡ് എ ഡി ഈക്വൽ ടു ബി സി. ഇതൊരു നിയമം കൂടിയാണ്. എന്താണ് നിയമം എന്ന് പറയുന്നത്? ഏതൊരു സാമാന്തരികത്തിൻ്റെയും എതിർവശങ്ങൾ തുല്യമാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നൊരു കാര്യമാണ്. തുല്യവുമാണ്, പാരലലുമാണ്, അല്ലെങ്കിൽ സമാന്തരവുമാണ്. ആ തുല്യമാണെന്നുള്ളത് എങ്ങനെയാണ് തുല്യമെന്നാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നന്നായിട്ട് പഠിക്കുക. ഒന്നുകൂടി പറഞ്ഞുതരാം. പ്രൂവ് ദാറ്റ് ഇൻ എനി പാരലോഗ്രാം ദ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. മലയാളത്തിൽ പറഞ്ഞാൽ ഏതൊരു സാമാന്തരികത്തിൻ്റെയും എതിർവശങ്ങൾ തുല്യമാണ്. അതെങ്ങനെയാണ് തെളിയിക്കുക എന്നൊരു കൂടി ഉണ്ട്. തെളിയിക്കാൻ നിങ്ങൾ എഴുതിക്കോണം. ഞാനിവിടെ ആദ്യമായിട്ട് എനിക്ക് അറിയാവുന്ന കാര്യം എ ബി സി ഡിക്ക് സമാന്തരമാണ്, അതുപോലെ എ ഡി ബി സിക്കും സമാന്തരമാണ്. ഇനി ഡ്രായിങ് ദ ഡയഗണൽ എ സി, മലയാളത്തിൽ പറഞ്ഞാൽ എ സി എന്ന വികരണം വരച്ചാൽ നമുക്ക് ലഭിക്കുന്ന രണ്ട് ത്രികോണങ്ങൾ, ഈ ത്രികോണം എ ബി സി, ത്രികോണം എ ഡി സി. വി ഗെറ്റ് ടു ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ എ ഡി സി. ഇനി നോക്കൂ, ഈ രണ്ട് ട്രയാങ്കിളിനെ പരിഗണിക്കുന്നു. കൺസിഡർ ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ എ ഡി സി. രണ്ട് ട്രയാങ്കിളിൻ്റെയും പേര് എഴുതി. ഇനി ഞാൻ വളരെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് രണ്ട് ട്രയാങ്കിളിനും കൂടി ഒരു കോമൺ സൈഡ് ഉണ്ടായിരുന്നു. ആ കോമൺ സൈഡാണ് എ സി എന്ന് പറയുന്ന എ സി എന്ന വശത്തിന് തുല്യമാണ് മറ്റേ ട്രയാങ്കിളിലെയും എ സി എന്ന വശം. സോ അതിന് കാരണം എഴുതണം. എന്താണ് കാരണം? കോമൺ സൈഡ് എന്ന് കാരണം എഴുതി. ഇനി അടുത്തതായിട്ട് രണ്ട് ടൈപ്പ് ആൾട്ടർനേറ്റ് ആംഗിൾസ് ഉണ്ടായിരുന്നു. ആൾട്ടർനേറ്റ് ആംഗിൾ ഒന്ന് ആംഗിൾ സി എ ബിയും മറ്റേ ട്രയാങ്കിള് ആംഗിൾ ഡി സി എ കാണിച്ചു തരാം. ആംഗിൾ സി എ ബിയും മറ്റേ ട്രയാങ്കിള് ഡി സി എയുമാണ്. ഇനി മറ്റേ അടുത്ത സെറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ ആംഗിളാണ്. ആംഗിൾ എ സി ബിയും എന്താ നോക്കൂ, ഇവിടെ ഡി എ സി. ഇത് എഴുതിയതിനൊരു കാരണമുണ്ട്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഒരു വരയുടെ താഴെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ വലതുവശത്ത് താഴെയാണെങ്കിൽ മറ്റത് ഇടതുവശത്ത് മുകളിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൾട്ടർനേറ്റ് ആംഗിൾസിന് അങ്ങനെ ഒരു ടൈപ്പ് ഉണ്ട്. ഇതാ നോക്കൂ, ഈ വരയുടെ താഴെ, അടുത്തത് അതേ വരയുടെ മുകളിൽ.
അടുത്തത് ഇത് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് നോക്കൂ. ഈ വരയുടെ താഴെ, ഈ വരയുടെ മുകളിൽ. അങ്ങനെയാണ് ആൾട്ടർനേറ്റ് ആംഗിൾസിനെ നമ്മൾ കണ്ടെത്തുന്നത്. അത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്. ഇനി കാര്യകാരണ സഹിതം വിശദമാക്കണം. ദാറ്റ് ഈസ് എന്തുകൊണ്ട് എങ്ങനെയെന്നാൽ വൺ സൈഡ് ആൻഡ് ദ ടു ആംഗിൾ ഓൺ ഇറ്റ്സ് എൻഡ്സ് ആർ ഈക്വൽ. ഒരു സൈഡിനകത്തും ആ സൈഡിന്മേലുള്ള 2 കോണുകൾ, ഈ 2 ട്രയാങ്കിളുകൾ തുല്യമായതിനാൽ സോ ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമാണ്. ആ വശങ്ങളാണ് എ ബി എന്ന് പറയുന്ന എ ബി സി ഡിക്കും അതുപോലെ എ ഡി ബി സിക്കും തുല്യമായത്.